അഭിസാരികയുടെ മകൻ എന്ന തെറിവിളി ജാതീയാധിക്ഷേപമായി കണക്കാക്കാനാകില്ലെന്ന് കേരള ഹൈക്കോടതി. പുലയാടി മോനെ എന്ന വാക്കാണ് ഉച്ചരിച്ചത്. ഈ വാക്കിന്റെ അർത്ഥം അഭിസാരികയുടെ മകൻ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ജാതി അധിക്ഷേപമല്ലെന്ന് ജസ്റ്റിസ് എസ് സുധ വ്യക്തമാക്കി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം തടയാനുള്ള നിയമപ്രകാരം കുറ്റം ചുമത്തപ്പെട്ട പ്രതി നൽകിയ അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം. പ്രതിയും മറ്റു രണ്ടുപേരും ചേർന്ന് ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളുമായി നടത്തിയ വഴക്കിനിടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വഴക്കിനിടെ പ്രതി പരാതിക്കാരനെ പുലയാടി മോനെ എന്ന് വിളിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. 3 പേർക്കെതിരെയും ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരമുള്ള കേസുകൾ കേൾക്കുന്ന പ്രത്യേക കോടതിയിലാണ് പ്രതി ജാമ്യത്തിന് അപേക്ഷിച്ചതെങ്കിലും തള്ളുകയായിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സംഭവം ഒന്ന് ചുരുക്കി പറയാം. കഴിഞ്ഞ നവംബർ 24-ന് ബൈക്കിന് കേടുപാടി വരുത്തിയെന്നാരോപിച്ച് സമീപവാസികൾ തമ്മിൽ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായി. ഇതിനിടെ പുലയ സമുദായത്തിൽപ്പെട്ട എതിർകക്ഷിയെ പുലയാടി മോനെ എന്ന് വിളിച്ചെന്നും ഇത് ജാതി അധിക്ഷേപമാണെന്നുമായിരുന്നു പരാതി. ശരത്തടക്കമുള്ള 3 പേരാണ് പ്രതികൾ. എന്നാൽ പരാതിക്കാരൻ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് നടത്തുന്ന അവഹേളനം മാത്രമേ ഈ നിയമത്തിന്റെ പരിധിയിൽ വരികയുള്ളൂ. പരാതിക്കാരന്റെ ബന്ധുവിന്റെ വാഹനവുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിൽ തർക്കമുണ്ടായിരിക്കുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പുലയാടി മോൻ എന്നാൽ അഭിസാരികയുടെ മകൻ എന്നാണ് നിഘണ്ടുവിലെ അർത്ഥമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. പ്രതിയുടെ പരാമർശം പട്ടികജാതി പട്ടികവർഗ പീഡന കുറ്റമായി കണക്കാക്കാനാകില്ലെന്ന് വിലയിരുത്തിയാണ് അപ്പീൽ അനുവദിച്ചത്.